ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവുകയാണ്. 26 മൈല് 54 മിനിറ്റ് അപ്പുറത്തേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണ്. എന്തിനാണെന്നറിയോ? ഞങ്ങൾ 2 മിനിറ്റ് ചുമ്മാ സംസാരിച്ചുള്ള ജിആറിന് എക്സോസ്റ്റ് അങ്ങ് മാറ്റിയാലോ? മാറ്റിയേക്കാം. ഞാൻ സാറിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര രൂപ പോകൂലേ, അത് പോകൂലേ, ഇത് പോകൂലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ പ്ലാൻ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ നേരെ ഒറ്റ പിടിയിൽ ഒന്നും നോക്കിയില്ല, ഇറങ്ങി. അവൻ മടിയനാ. അവൻ എന്നോട് പറഞ്ഞു നീ പോയിട്ട് വേണം, ഞാൻ ലൈവായിട്ട് കയറ്റുള്ളൂ. അതൊന്നും അവൻ വന്നില്ല. സോ നമുക്ക് തിരിച്ച് നേരെ അവൻ്റെ അടുത്ത് സർപ്രൈസ് ആയിട്ട് ചെല്ലാം. എക്സോസ്റ്റ് മാറ്റിയിട്ട് സർപ്രൈസ് ആയിട്ടെന്നല്ല, ലൈക്ക് അവൻ ആദ്യമായിട്ട് ചെന്നിട്ട് ഉടനെ പെട്ടെന്ന് കേൾപ്പിക്കാം. എന്തായാലും വണ്ടി ഇപ്പൊ പടപടയെന്ന് പൊട്ടിക്കാൻ പോവാൻ മച്ചാനേ. ഞങ്ങൾ നേരത്തെ റെസനേറ്റർ ഡിലീറ്റ് ചെയ്തായിരുന്നു. റെസനേറ്റർ ഡിലീറ്റ് ചെയ്തപ്പോൾ വിചാരിച്ച അത്രയും വലിയ വ്യത്യാസം തോന്നിയില്ല. ലൈക്ക് ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടായല്ലോ റെസനേറ്റർ ഡിലീറ്റ് ചെയ്തപ്പോൾ. ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോണത് ഫുൾ എക്സോസ്റ്റ്, അതായത് ക്യാറ്റ് നിർത്തും. കാരണം വണ്ടിയുടെ വാറണ്ടി കളയാൻ പാടില്ല. വാറണ്ടി കളയാതെ ക്യാറ്റ് നിലനിർത്തിക്കൊണ്ട് എക്സോസ്റ്റ് മഫ്ലർ ഫുള്ള് ഡിലീറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് പൈപ്പ് ചെയ്യാൻ പോവാം. മാൻ സീനായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അവിടെ പോയി മോഡ്, സ്പോർട്സ് മോഡ്. സോ മച്ചാനെ സീനായിരിക്കും മച്ചാനെ. ഇനി തിരിച്ചു വരുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല, റെഡ് ലൈൻ ആയിരിക്കും ഫുൾ ടൈം. എൻ്റെ ദൈവമേ, തിരിച്ചു വരുമ്പോൾ പോലീസ് പിടിക്കേണ്ടിരുന്നത് അത് എക്സോസ്റ്റ് കേൾപ്പിച്ച്. ഓക്കെ, സോ തിരിച്ചു വരുമ്പോൾ ഞാൻ എക്സോസ്റ്റ് കേൾപ്പിക്കുന്നതായിരിക്കും, ഫുൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. സോ നാട്ടിലൊക്കെ എന്നാണ് ഇതുപോലെ ആവണമെന്ന് അറിയത്തില്ല. ഇതൊക്കെ ലീഗൽ ആക്കട്ടെ ഉടനെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴെങ്കിലും, തിരിച്ച് സെറ്റിൽ ആകുമ്പോഴെങ്കിലും, വിത്തിൻ ഫ്യൂ ഇയേഴ്സ് എങ്കിലും ഈ നിയമമൊക്കെ ലീഗലാവുമെന്ന് തോന്നുന്നു. സോ പുറകെ കാണുന്ന പോലെ തന്നെ ഇത് റാമിൻ്റെ 2500 എന്ന് പറയുന്ന ഒരു വണ്ടി. ബേസിക്കലി ഹൈലക്സിൻ്റെ ഒരു ഹൈലക്സിൻ്റെ ചേട്ടൻ എന്നൊക്കെ പറയാം. ഒരു RV ഫുള്ള് വലിച്ചോണ്ട് പോവാം. ഇതുണ്ട്, ഇത് ചിലപ്പോൾ ഒരു 2 ബെഡ്റൂം 1 ബാത്റൂം 1 കിച്ചൺ 1 ഡൈനിങ് ഏരിയ എല്ലാം ഇതിനകത്ത് സംവിധാനമുണ്ട്. ഓക്കെ, കാണിച്ചു തരാം. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കാറ്റുണ്ട്. So you said how much it's gonna be? I'll take it. Yeah, sure. Okay guys, നമ്മളിതാ വണ്ടിക്ക്
എക്സോസ്റ്റ് ഇടാൻ പോവുകയാണ്. We ain't gonna touch that, right? We ain't gonna do nothing inside. No, I'm putting for the battery. Oh, okay. So just the muffler. Yeah. Yeah, because when we weld, the electricity Yeah. can mess up your. Oh, okay. Yeah, the valve has some complaint, I guess. The valve got a complaint. It ain't working. Oh, okay. I don't think it's working actually. I'm not sure if it's working, but I don't think it's working. So how are you planning on doing I'm trying to figure it out because this is the first time we got a muffler like this. it? Like 3 way, etc. Yeah. It's 4, 1 in and then 3 out. So, trying to see. We have Y pipes and we have a T. The T it goes here, then it goes out like this. But then what about this one? So, സോ ഇവൻ ആദ്യമായിട്ടാണ് 3 വേ എക്സിറ്റ് ഉള്ള വണ്ടിയിൽ പണിയാൻ പോണേ. ഇവൻ ഇതുവരെ പണിതിട്ടില്ലെന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. സോ നമുക്ക് ഇതിലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് പൈപ്പ് നേരത്തെ സാധാരണ 2 എക്സിറ്റ് വരുമ്പോൾ 2 പൈപ്പ് ഇങ്ങനെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കട്ട് ചെയ്തോ വെൽഡ് ചെയ്തോ കൊടുത്താൽ മതി. പക്ഷെ ഇത് 3 എക്സിറ്റാവും. 1 വേ ഇന്നും 3 വേ ഔട്ടുമാണ്. സോ അതാണ് ടാസ്ക് വരുന്നത്. നമ്മുടെ കയ്യിൽ നിലവിലുള്ളത് 1 വേ ഇന്നും 2 വേ ഔട്ടും ഉണ്ട് അവരുടെ കയ്യിൽ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇതിന് സജസ്റ്റ് ചെയ്യുന്ന ക്യാറ്റ് ബാക്ക് ഫുൾ സിസ്റ്റം എക്സോസ്റ്റാണ്. പക്ഷേ ഫുൾ സിസ്റ്റം എക്സോസ്റ്റിന് 10,300 റേറ്റ് ഉണ്ട്. അതിലുപരി വലിയ സൗണ്ടില്ല. പിന്നെ നമ്മൾ ക്യാറ്റ് ഡിലീറ്റ് ചെയ്യാതെ ഫ്രീ ഫ്ലോ മാത്രം കൊടുക്കുന്നത് കൊണ്ട് വാറണ്ടീനെ അഫക്റ്റ് ചെയ്യത്തുമില്ല, എൻജിനെ അഫക്റ്റ് ചെയ്യില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് പൈപ്പ് കസ്റ്റമായിട്ട് ചെയ്യാൻ നോക്കുക. ലൈക്ക് പൈപ്പ് സ്ട്രെയിറ്റ് കസ്റ്റമായിട്ട് മഫ്ലർ ഡിലീറ്റ് ചെയ്യാൻ നോക്കുക. സിസ്റ്റം കസ്റ്റം പൈപ്പ് ചെയ്യാൻ പോകുന്നു. So bro, you're looking at adding this. We're gonna have to put here, put here, put here. Okay. And then we're gonna make a hole here. Okay. So we can put this one here. Perfect. And then we're gonna Perfect. add pipe and add pipe. Perfect. I know I gave you a price, but that was just like a regular muffler. So this you're looking at $350. Okay. ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് ഈ മഫ്ലർ ഇവിടെ നിന്ന് കട്ട് ചെയ്തു, ഇവിടെ നിന്ന് കട്ട് ചെയ്തു, ഇതിൻ്റെ ഇന്ന് കട്ട് ചെയ്തു, ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ടായിരുന്നു അതും കട്ട് ചെയ്തു, മഫ്ലർ ഊരി. ഇനി നമ്മൾ എന്നെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു എക്സിറ്റ് പോണ പൈപ്പ് ഈ 2 അറ്റത്തേക്ക് പോണ ഒരു പീസ് ഉണ്ട്. സോ എല്ലാത്തിനും നോർമലി ഡ്യുവൽ എക്സിറ്റ് ആണല്ലോ നോർമലി. അത് ഡ്യുവൽ എക്സിറ്റിൻ്റെ പൈപ്പുണ്ട്, 1 വേ ഇന്നും 2 വേ ഔട്ടും. അതിനകത്തുനിന്ന് നടുക്കുന്ന ഒരു ഇന്നും കൂടെ ഒരു ഔട്ടും കൂടെ 3 വേ ഔട്ടാക്കാൻ വേണ്ടി ഒരു ഔട്ടും കൂടെ നമ്മൾ കസ്റ്റമായിട്ട് വെൽഡ് ചെയ്ത് എടുക്കാൻ പോവാം. എന്നിട്ട് തന്നെയും 3 വേ ഫ്രീ ഫ്ലോ ഔട്ട് കൊടുക്കും. മഫ്ലർ നമ്മൾ കളഞ്ഞു. മാൻ സീൻ അടിപൊളി. ഓക്കെ. സോ നമ്മൾ നമ്മുടെ വാൽവ് ഇലക്ട്രോണിക് ആണ്. വണ്ടിയുടെ വാൽവ് നിലവിലെ കംപ്ലൈൻ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ആ വാൽവ് നിലനിർത്താനായിട്ടുള്ള പരിപാടി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ വാൽവ് നമ്മൾ കളയുന്നില്ല, ആ വാൽവ് നമ്മൾ നിലനിർത്തും. മഫ്ലർ ഊരി. യെസ്, മഫ്ലർ ഡിലീറ്റഡ്. It's okay. Because if he would have Te he dividido por los 3 lados igual. because if we would have stuck it out a little more, the welding if they're not like one metal on top of the other, the welding will start like
making holes because it's not thick enough. Okay, I understand. Yeah. So we want to weld metal on metal so Yeah, we can make I it understood. bigger. But I was wondering, like, if we had to leave that much inside, like, instead of like making it a little bit short. Well, look what your entire. Oh yeah. Look how it is there. If anything, that's gonna have better airflow than that. Okay, so you think it's cool, right? It's fine. Yeah. All right. Then. Yeah. No. Yeah. No. Red line is gonna be absolutely. Yeah, I'm waiting for that. Guys, sound കേൾക്കാമെന്ന് അറിയത്തില്ല. Man. Of course, Carlo. ടിക്കറ്റ് വേണ്ട, എനിക്ക് പോലീസ് പിടിച്ചിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, അങ്ങനത്തെ ഫണ്ണൊന്നും വേണ്ട, എനിക്ക് മാന്യമായിട്ടുള്ള ഫണ്ണ് മതി. സോ ഇപ്പം ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ സിർല അടുത്തേക്ക് എത്തുവേ. സിർല അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് പൊട്ടിച്ചങ്ങ് പോകാമെന്നുള്ളൂ.
ചുമ്മാ സീന മോനെ. ആ എന്നാലും കൊറേ കൂടെ ഉണ്ടായിരുന്നെങ്കിലേ ഇത്രയും പോരാന്നുള്ള ഒരു ഫീല് ഇപ്പോഴും കിട്ടണം. സത്യമായിട്ടും പറയാ, എനിക്ക് ഇപ്പോഴും മറ്റേ കാറ്റ് കളഞ്ഞാൽ തൃപ്തിയാവും, പക്ഷെ അത് വാറണ്ടി പോവും. ഇത്രയും കൂടി പോരാ, കാരണം 100 പോകുമ്പോഴും നല്ലതായിട്ട് കേൾക്കണം അല്ലേ? റെക്കോർഡിങ്ങാ. പൊളിച്ചെടുത്തോട്ടോ റെഡ് ലൈൻ. റെഡ് ലൈനേ ബൈക്കിന്റെ കീ ഉണ്ടോ കയ്യില്? എന്നാ ഞാൻ ഇനി ബൈക്കേല് നിന്റെ പുറകെ വരാം, ഇതേല് സൗണ്ട് കിട്ടും. സത്യം കിട്ടും. അതാ പുറത്ത് തന്നെ പോകാൻ തോന്നും. 6th ഒന്നും ഇടാൻ തോന്നിയില്ല. എനിക്കാണ് ഇങ്ങോട്ട് വന്നപ്പോ നല്ല സീൻ വഴിയായിരുന്നു, മുഴുവൻ പറക്കുമായിരുന്നു. ഓ ഒരു സീൻ 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 സീൻ. ചോട്ടിക്ക്